ചിന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്, ഡ്രാഗൺ ചിക്കൻ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് അതിന് തന്നെ വേണ്ടത് ചിക്കൻ, ബോൺലെസ് ചിക്കൻ ആണ് വേണ്ടത്. ഇതേപോലെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. സവാള, ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാഷ്യൂനട്ട്, ഡ്രൈ ചില്ലി, മൈദ, കോൺഫ്ലവർ, സോയ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ വേണ്ടത് ചില്ലി പേസ്റ്റ്, മുട്ട, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പെപ്പർ. അപ്പം എങ്ങനെയാണ് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മാരിനേഷൻ ആണ്. അതിനായിട്ടൊരു ബൗൾ എടുക്കാം. ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇൻഗ്രീഡിയൻസിന് ഉപ്പ് കാണിച്ചില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കറികളിലും ഉപ്പ് ഇടുന്നതാണ്. അപ്പം അത് കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ അത് കാണിക്കാഞ്ഞത്. പിന്നെ വേണ്ടത് സോയ സോസ്, 1/4 സ്പൂൺ സോയ സോസ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്വീറ്റ് സോയ സോസ് ആണ്, അപ്പോൾ അത് കാരണം പുളി കുറവായിരിക്കും. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ്, 1/4 സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇതൊരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്. അപ്പോൾ ചില ആൾക്കാർ ജിഞ്ചർ ആഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ജിഞ്ചർ ആഡ് ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ വേണ്ടത് മുട്ട. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് 2 സ്പൂൺ മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. 1 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ കുറവാന്ന് വെച്ചാൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിയട്ടെ. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യണം. അതിനായിട്ടൊരു ചീഞ്ചട്ടി വെക്കാം. അതിലോട്ട് ഓയിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ എടുക്കാം കേട്ടോ. ചിക്കൻ പീസ് ഇടുമ്പോൾ ഓരോന്നിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം, ഒരുമിച്ച് കൂട്ടം കൂടി ഇടുമ്പോൾ അത് ഒട്ടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഫ്രൈ ആവട്ടെ. നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിൽ ഇതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷേപ്പ് നോക്കണ്ട, കാരണം നമ്മൾ ഹോട്ടലിലൊക്കെ അവർ കട്ട് ചെയ്ത് തരുന്ന പോലത്തെ പെർഫെക്ഷൻ ഒന്നല്ല ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ചെയ്യാമെന്ന് വെച്ചാൽ ഒരു പാൻ വെക്കാം. ഈ പാനിലോട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള ആ സെയിം ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിലോട്ട് കാഷ്യൂനട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. അപ്പൊ തീ നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം പച്ചമുളകൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഞാൻ നടു മുറിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മുഴുവനോട് ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പച്ചമുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് ഓണിയൻ ആഡ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്ക് ക്യാപ്സിക്കം നന്നായിട്ട് വഴണ്ടി കിട്ടണം. ചിലർക്ക് എന്നെ കടിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ക്യാപ്സിക്കം ഇപ്പം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. സവാളൊക്കെ എന്നിട്ട് വഴറ്റിയതിന് ശേഷം അതിൽ കുറച്ച് നേരം 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. എനിക്ക് നന്നായിട്ട് വഴണ്ട് കിട്ടണം. അത് കാരണമാണ് ഞാൻ ഇപ്പം ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ കുറച്ച് കളർഫുൾ ആയിട്ട് കിട്ടുന്ന ചില റെഡും പിന്നെ യെല്ലോ ക്യാപ്സിക്കം ഒക്കെ ഉണ്ട്. അതും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഞാനൊരു വട്ടം റെഡ് ക്യാപ്സിക്കം വാങ്ങിച്ചിട്ട് എനിക്ക് അതിന്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമായില്ല. ഞാനൊരു വട്ടം ഇവിടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഗ്രീൻ ക്യാപ്സിക്കം കിട്ടാണ്ടപ്പോൾ ഞാൻ റെഡ് എടുത്ത് യൂസ് ചെയ്തത്. പക്ഷെ എനിക്കത് അത്ര അങ്ങോട്ട് തൃപ്തിയായില്ല. അതിന് ശേഷം ഞാൻ ഗ്രീൻ മാത്രമേ വാങ്ങാറുള്ളൂ. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ കളർ ക്യാപ്സിക്കം വേണമെങ്കിൽ വാങ്ങാം. ക്യാപ്സിക്കം ഓണിയൻ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ ചില്ലി പേസ്റ്റ്, 1 സ്പൂണോളം ചില്ലി പേസ്റ്റിന് ആഡ് ചെയ്യുന്നുണ്ട്. എരിവ് കുറവാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. ഞാൻ ഈ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കിയത് കഴിഞ്ഞാലേ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കുക. ആ വെള്ളത്തിലേക്ക് ഒരു 8-10 ഡ്രൈ ചില്ലി ആഡ് ചെയ്യുക. അതിൻ്റെ തല കളഞ്ഞിട്ട് അല്ലാണ്ട് അങ്ങനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായി തിളപ്പിക്കുക.
ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ നന്നായി തിളപ്പിക്കണം. അപ്പോൾ കുറച്ചധികം വെള്ളത്തിൽ അങ്ങോട്ട് തിളപ്പിച്ചോ. എന്നിട്ട് ആ വെള്ളം നമ്മൾ കുറച്ചൊന്ന് വറ്റിക്കണം. അതായത് ആ വെള്ളം കൊണ്ട് വേണം നമ്മൾ ഈ ബോയിൽ ചെയ്തിട്ടുള്ള മുളക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഊഹം ഉണ്ടാവില്ല, ഇത്ര വെള്ളം മതി അരച്ചെടുക്കാനായിട്ട്, നല്ല നല്ല ഫൈനായിട്ട് നല്ല കുറച്ച് കട്ടിയിൽ കിട്ടാനായിട്ട് ഇത്ര വെള്ളം മതി നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. അതിലേക്ക് തീ ഓഫ് ചെയ്യണേക്കാൾ മുന്നേ കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. എന്നിട്ട് ചൂടാറിയ ശേഷം ചെറിയ ജാറില്ലേ അതിലിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള റെഡ് ചില്ലി പേസ്റ്റാണ് ഇത്. ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് ഒരു ചീനച്ചട്ടിയിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് നന്നായി അതിലിട്ടിട്ട് മൂപ്പിക്കും. അതായത് ആ മുളകിൻ്റെ പച്ചക്കുത്ത് പോകാനായിട്ട് കുറേ നേരം മൂപ്പിക്കും. അതിനുശേഷം അത് ചൂടാറിയ ശേഷം ടൈറ്റായിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യാറ്. നമുക്കൊരു 1-2 ആഴ്ച വരെ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ടൈറ്റായിട്ട് അടച്ചു വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഏത് പാത്രത്തിലാണോ റെഡ് ചില്ലി പേസ്റ്റ് എടുത്തേക്കുന്നത് ആ പാത്രത്തിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായി തുടച്ചിട്ട് വേണം പാത്രത്തിലേക്ക് റെഡ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറട്ടെ കേട്ടോ. ചില്ലി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് സോസുകൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ആഡ് ചെയ്യാനുള്ളത് സോയ സോസ്, 1/4 സ്പൂൺ സോയ സോസ്. ഞാൻ പ്രത്യേകം പറയണു ഇത് സ്വീറ്റ് സോയ സോസ് ആണ്. അപ്പം അത് കാരണം കൊണ്ട് പുളി ഉണ്ടാവും എന്നുള്ള ടെൻഷൻ വേണ്ട, ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ടൊമാറ്റോ സോസ്, 1/4 സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എരിവ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇനി പെപ്പർ പൗഡർ ആഡ് ചെയ്താൽ മതി. സോസുകളൊക്കെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്യാം. ഇത് ഗ്രേവി ഉള്ള കറിയല്ല, ഡ്രൈ ആണ്. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കനിലേക്ക് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനത് ഇൻഗ്രീഡിയൻസിൽ വിട്ടുപോയി. ഒരു പിഞ്ച് പഞ്ചസാര നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളം ആഡ് ചെയ്തില്ലേ ആ സമയത്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ യൂസ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ആഡ് ചെയ്താൽ മതി. ഇതിൽ ഫുഡ് കളർ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കളറുണ്ട്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ആ ടൈമിലാണ് അവർ ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് തരിക. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഞാൻ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചപ്പോൾ മാറിപ്പോരുത്, അടുത്ത് തന്നെ നിൽക്കണം. ജസ്റ്റ് ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മല്ലിയിലില്ലേ അതും ആഡ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല, അതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വേറെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാന്നുള്ളത്. സംഭവം പൊളിച്ചില്ലേ? എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പി ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ വെള്ളം ആഡ് ചെയ്തില്ലേ, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഞാൻ ബോൺലെസ് പീസ് വെച്ച് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ബോണുള്ള പീസ് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എല്ല് പീസ് കഴിക്കാൻ ഇഷ്ടമുള്ള ആളും ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.